ഇതിന് നീതി അകലെയാണോ അഭ്യാസങ്ങൾ? ഇതിനെ പോലെ എത്ര ചെറുപ്പക്കാരെ നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളിലായി കണ്ടിട്ടുണ്ട് അല്ലേ? നമുക്ക് ഒരു കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിൻ്റെ എല്ലാ പ്രതീക്ഷയുമായിരുന്നു നിതിൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ പഠന മികവ് കൊണ്ടാണ് ഈ അഞ്ചരക്കണ്ടി എന്ന് പറയുന്ന മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ പഠിച്ച് നല്ലൊരു ജോലി കിട്ടി ആ കുടുംബത്തിൻ്റെ കാവലാളാകും, അതിന് താങ്ങും തണലുമാകും എന്നൊക്കെ പ്രതീക്ഷിച്ച് ഈ കൂലിവേല ചെയ്യുന്ന കുടുംബം കടം വാങ്ങിയൊക്കെ ആയിരിക്കും ഈ കുട്ടിയെ ആ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് അയച്ചിട്ടുണ്ടാവുക. ആ കുടുംബത്തിന് എന്താണ് ഇന്ന് ഈ വിദ്യാഭ്യാസ സ്ഥാപനം നൽകിയത്? ജീവനില്ലാത്ത ഒരു ശരീരമാണ് ഇന്ന് ആ വിദ്യാഭ്യാസ സ്ഥാപനം ആ കുടുംബത്തിന് നൽകിയിരിക്കുന്നത്. നിറത്തിൻ്റെ പേരിൽ അപമാനിക്കുക, അധിക്ഷേപിക്കുക, ജാതിയുടെ പേരിൽ അപമാനിക്കുക, അധിക്ഷേപിക്കുക, ശരീരത്തിൻ്റെ പേരിൽ അപമാനിക്കുക, അധിക്ഷേപിക്കുക, അതുപോലെ ഒരു കുട്ടിയെ ക്ലാസ് മുറിയിൽ പെൺകുട്ടികളെ അടിക്കാൻ മറ്റ് ആൺകുട്ടികളോട് ആവശ്യപ്പെടുക, ഒരു അധ്യാപകനിൽ നിന്ന് ഉണ്ടായിട്ടുള്ള പ്രവൃത്തിയാണ് ഇതെല്ലാം. അപ്പോൾ ഡോക്ടർ റാം എന്ന് പറയുന്ന ഈ അധ്യാപകൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് അധ്യാപകനായി തുടരാനുള്ള, ഒരു പ്രൊഫസറായി തുടരാനുള്ള, ഒരു ഡെൻ്റൽ പ്രൊഫസറായി തുടരാനുള്ള യോഗ്യതയില്ല എന്ന് തന്നെ ഞാൻ പറയും. അദ്ദേഹത്തിനെ ഉടൻ തന്നെ ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കണം. അതല്ല എങ്കിൽ ഈ ഒരു അധ്യാപന ജോലിയിൽ നിന്ന് അദ്ദേഹത്തെ റദ്ദാക്കണം, അദ്ദേഹത്തെ ഒഴിവാക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ഇന്ന് ഒരുപാട് കുട്ടികളുടെ സാക്ഷ്യമുണ്ട്. പലരും ഇതുവരെ ഇതൊക്കെ തുറന്നു പറയാതിരുന്നത് ഭയം മൂലമാണ്. കാരണം ഇൻ്റേണൽ മാർക്ക് നൽകില്ല. അപ്പോൾ എന്തെങ്കിലും അധ്യാപകനെതിരെ ഒരു പരാതി നൽകിയാൽ അവരുടെ ഇൻ്റേണൽ മാർക്ക് വെട്ടിക്കുറയ്ക്കും, അവർക്ക് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കും, അവർക്ക് സമാധാനത്തോടെ അവിടെ പഠിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അങ്ങനെ തുടങ്ങി ഒരുപാട് ഭീഷണികളാണ് ഈ കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്നത്. അപ്പോൾ ഇന്ന് ഈ ഒരു നിതിൻ രാജ് എന്ന് പറയുന്ന കുട്ടിയുടെ മരണം ഇപ്പോൾ സംഭവിച്ചതിന് പിന്നാലെ ഉണ്ടായ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നത്. എത്രത്തോളം ഭീകരമായിരുന്നു ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഈ ഒരു ഡെൻ്റൽ കോളേജിലെ അവസ്ഥ എന്നതിൻ്റെ വസ്തുത നമുക്കിപ്പോൾ പുറത്തു വരികയാണ്. കുട്ടികളൊക്കെ അത് തുറന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ അധ്യാപകൻ ക്ലാസ് മുറിയിൽ എത്രത്തോളം ഭീകരമായാണ് വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ചിരുന്നത്, അവരെ അപമാനിച്ചിരുന്നത്, അവരോട് പെരുമാറിയിരുന്നത് എന്നതാണ്. അപ്പോൾ ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ സാറിന് അത് നന്നായി പറയാൻ പറ്റും. സാർ ഒരു അധ്യാപകൻ കൂടിയാണ്. ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് ഒരു അറിവ് പകർന്നു കൊടുക്കുക എന്നത് മാത്രമല്ല, അവർക്ക് ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള എല്ലാം ഒരു സ്നേഹത്തിലൂടെ പകർന്നു കൊടുക്കുക എന്നത് കൂടിയുണ്ട്. എനിക്കൊക്കെ അങ്ങനെയുള്ള അധ്യാപകന്മാർ എൻ്റെ കോളേജിലൊക്കെ തന്നെ വലിയ പ്രചോദനമായിട്ടുണ്ട്. നമ്മളൊക്കെ മുന്നോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ തന്നെ ആ ഒരു പിന്തുണയും സഹായവും സ്നേഹവും ഒക്കെ തന്നെയാണ് നമ്മളെയൊക്കെ ഒരു ചുവട് മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചുവടിനൊക്കെ തന്നെ നമുക്ക് കരുത്ത് പകർന്നിട്ടുള്ളത്. അപ്പോൾ ആ നിലയിൽ നമ്മൾ ഒരുപാട് അധ്യാപകരെ കണ്ടിട്ടുണ്ട്, ആദരിക്കുന്നുണ്ട്, ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ഇതുപോലുള്ള ചില അധ്യാപകരെ കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥി വലിയ പ്രതീക്ഷയോടുകൂടി ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ അവനെ ഒരു മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു കാരണമായി ഒരു അധ്യാപകൻ്റെ പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ രീതി അതൊക്കെ മാറിയിട്ടുണ്ട് എങ്കിൽ ഇതൊരു വലിയ ക്രൈമാണ്. ഇന്നിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്നൊക്കെ പറയുന്ന പോലെ ഇന്നൊരു പുതിയ വാക്കുകൂടി വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്, സ്റ്റാഫ് റാഗിങ് എന്ന്. കോളേജിലേക്ക് പോകുമ്പോൾ, വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ റാഗിങ് പണ്ട് വലിയ ഭീഷണിയായിരുന്നു എന്നൊക്കെ അത് വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് പറയുന്നത് സ്റ്റാഫ് റാഗിങ് എന്നാണ്. വിദ്യാർത്ഥികളെ സ്റ്റാഫ് മുറിയിലേക്ക് വിളിച്ചു വരുത്തി അവരെ ഭീഷണിപ്പെടുത്തുന്നു, അപമാനിക്കുന്നു, ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നതാണ്. ഏതായാലും നമ്മൾ ഈ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ആത്മഹത്യയുടെ ഒരു കണക്ക് പരിശോധിച്ചാൽ 2024 വന്നിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഒരു വർഷം 13,000 വിദ്യാർത്ഥികൾ രാജ്യത്ത് ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതാണ്. 13,000 വിദ്യാർത്ഥികൾ. അത് 2021 2022 2023 കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഓരോ വർഷവും 50% 60% ഒക്കെ വിദ്യാർത്ഥികളുടെ ആത്മഹത്യാ നിരക്ക് രാജ്യത്ത് ഉയരുന്നു എന്നതാണ്. ഏറ്റവും രസകരമായൊരു കാര്യം, ഞാൻ രാജ്യസഭയിലെയും ലോക്സഭയിലെയും ഈ ഒരു ആത്മഹത്യാ നിരക്ക് സംബന്ധിച്ച പാർലമെൻറ്റ് അംഗങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരം പരിശോധിക്കാനായി നോക്കിയപ്പോൾ ഉത്തരം കൃത്യമായി സർക്കാരും നൽകുന്നില്ല. എത്ര പേർ രാജ്യത്ത് ആത്മഹത്യ ചെയ്തു എന്ന് പല പാർലമെൻറ്റ് അംഗങ്ങളും പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോയാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞാണ് മറുപടി. ആ വെബ്സൈറ്റിലേക്ക് ഒരിക്കലും പോകാനും കഴിയില്ല. അപ്പോൾ ഈ കണക്കുകൾ
സർക്കാർ തന്നെ മറച്ചു വയ്ക്കുന്നു എന്ന് നമുക്കിതിലൂടെ വ്യക്തമാകും. ഇപ്പോൾ സ്മൃതി മേഡം പറഞ്ഞതുപോലെ 2016 രോഹിത് വെമുലയുടെ ആത്മഹത്യ അതുകൊണ്ട് അവസാനിച്ചോ? അതിനുശേഷം 2019 മുംബൈയിലെ മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന പായൽ തത്വയുടെ മരണം, 2023 ദർശൻ സോളങ്കിയുടെ മരണം, അതുപോലെ തന്നെ എയിംസ് വിദ്യാർത്ഥിയായ അനിൽ മീലയുടെ മരണം, അതുപോലെ IIT മദ്രാസിലെ വിദ്യാർത്ഥിയായിരുന്ന ഫാത്തിമ ലത്തീഫിൻ്റെ മരണം, ആത്മഹത്യ, അതുപോലെ കേരളത്തിൽ ജിഷ്ണു പ്രണോയുടെ നെഹ്റു കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന ജിഷ്ണു പ്രണോയുടെ ആത്മഹത്യ, ഇങ്ങനെ തുടങ്ങി ജാതി അധിക്ഷേപം, വ്യക്തി അധിക്ഷേപം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ കഴിയാത്ത അന്തരീക്ഷം സൃഷ്ടിക്കൽ, അതിന് അധ്യാപകർ തന്നെ നേതൃത്വം നൽകുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനാകും. ഞാൻ സുപ്രീം കോടതിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ട്. സുപ്രീം കോടതി ഇന്നത്തെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിയുടെ നേതൃത്വത്തിൽ തന്നെയുള്ള ബെഞ്ച് അതിശക്തമായി ഈ വിഷയത്തിൽ ഇടപെടുകയും മെഡിക്കൽ കൗൺസിലിനോട് ഇതിനായൊരു സമിതി രൂപീകരിക്കണമെന്നതടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് UGCയോട് ഒരു സമിതി രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ രാജ്യത്തൊരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ശക്തമായ നിർദ്ദേശം നൽകിയിട്ടും ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. ജാതി അധിക്ഷേപവും വ്യക്തി അധിക്ഷേപവും അതുപോലെ തന്നെ സാമ്പത്തിക സാഹചര്യങ്ങൾ പറഞ്ഞുള്ള അധിക്ഷേപവും ഒക്കെ തന്നെ ഇപ്പോഴും തുടരുകയാണ്. ഏതായാലും അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായി ഇപ്പോൾ ഈ നിതിൻ രാജിൻ്റെ ഈ ഒരു ആത്മഹത്യ മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് പിന്നിൽ ഇപ്പോൾ ഈ ഫോൺ ആപ്പ് പോലുള്ള സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. പക്ഷേ അതൊക്കെയുണ്ടെങ്കിലും ഇപ്പോൾ ഇന്ന് വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രധാനം. ഈ ആത്മഹത്യയിലേക്ക്, ഈ ഇത്തരം ചതിക്കുഴികളിലോ എന്തെങ്കിലും പ്രതിസന്ധികളിലോ പ്രശ്നങ്ങളിലോ വിദ്യാർത്ഥികൾ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ നേർവഴിയിലേക്ക് നയിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം അധ്യാപകർക്കുണ്ട്. അല്ലാതെ വിദ്യാർത്ഥികളെ റാഗ് ചെയ്യുകയല്ല അധ്യാപകർ ചെയ്യേണ്ടത് എന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഈ വിഷയത്തിലെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. മാത്രമല്ല, ഞാൻ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ചരിത്രം പറയാം. ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഈ മെഡിക്കൽ കോളേജിൻ്റെ ഒരുപാട് കേസുകൾ സുപ്രീം കോടതിയിൽ നിന്ന് ഞാൻ ഒരുപാട് തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാലോ, മരടിലെ ഫ്ലാറ്റുകൾ ഇടിക്കാൻ ഉത്തരവിട്ട ജസ്റ്റിസ് അരുൺ മിശ്രയുടെ ബെഞ്ചിൽ ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ചുരുങ്ങിയത് 50 കേസെങ്കിലും സുപ്രീം കോടതിയിൽ വന്നിട്ടുണ്ട്. 2016-17 വർഷം ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ ഒരു വർഷത്തെ 150 സീറ്റുകൾ സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു മെഡിക്കൽ പ്രവേശനം. അതായത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ, അന്ന് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയാണ്, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അനുമതിയില്ലാതെ കുട്ടികളിൽ നിന്ന് 1 കോടിയിലധികം രൂപ മേടിച്ച്, തലവരിപ്പണം മേടിച്ച് അവിടെ പ്രവേശനം നടത്തിയതിന് സുപ്രീം കോടതി അത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയോട് അന്വേഷിക്കാൻ പറയുകയും പിന്നീട് സുപ്രീം കോടതി ആ വർഷത്തെ ആ ഒരു അലോട്ട്മെൻറ്റ് തന്നെ റദ്ദാക്കി. അതിനുശേഷം 2021 റദ്ദാക്കി. ഇത്തരത്തിൽ നമ്മൾ പരിശോധിച്ചാൽ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിലെ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ നിയമലംഘനങ്ങൾ, തട്ടിപ്പുകൾ, ആ നിലയിൽ ഒരുപാട് കേസുകൾ ഈ മെഡിക്കൽ കോളേജിനെതിരെ സുപ്രീം കോടതിയിൽ ഇപ്പോഴുമുണ്ട്, നേരത്തെയും ഉണ്ടായിരുന്നു, അത് തുടരുകയാണ്. പക്ഷേ നമ്മൾ അതിനപ്പുറത്തേക്ക് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോഴും അവിടെ പഠിക്കുന്നുണ്ട്. അവരുടെ ഭാവി ഓർത്ത് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. പക്ഷേ ഈ മെഡിക്കൽ കോളേജിൻ്റെ തുടക്കവും അതിൻ്റെ പ്രവർത്തനവും ഒക്കെ തന്നെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഈ വിഷയത്തിലൊക്കെ തന്നെ കാലാകാലങ്ങളിൽ ഭരണതലത്തിൽ നിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ അതുണ്ടായിട്ടില്ല എന്നൊരു വിമർശനം കൂടി എനിക്ക് ഇക്കാര്യത്തിലുണ്ട്. ഏതായാലും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഒരു ആത്മഹത്യ എന്നത് തീർച്ചയായും ഇത് ഈ വിദ്യാഭ്യാസ രംഗത്ത്, മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെന്നല്ല, നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ തുടരുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ്. അത് എത്ര ശ്രമിച്ചിട്ടും അത് പരിഹരിക്കാൻ കഴിയാത്തൊരു വിഷയമായി പോവുകയാണ്. കാരണം ജാതി എന്ന് പറയുന്ന ഒരു വിഷയം അത് മനുഷ്യരുടെ മനസ്സിൽ നിന്ന് മാറുന്നേയില്ല എന്നതാണ്. നിറത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, അതായത് നിറമാണ്, മതമാണ്, ജാതിയാണ് എന്നുള്ള നിലയിലേക്ക് അധ്യാപകർ തന്നെ മാറുന്നു എന്നുള്ളതാണ്. മനുഷ്യനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ള നിലയിലേക്ക് അധ്യാപകർ മാറുന്നില്ല എന്നുള്ളത് തീർച്ചയായും ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ്. ഏതായാലും ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. അതിന് ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നടപടി ഏതായാലും ഈ ഒരു സംഭവത്തിൻ്റെ പേരിലെങ്കിലും ഉണ്ടാകട്ടെ. മാത്രമല്ല, ഇപ്പോൾ ഈ സംഭവമുണ്ടായ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള വലിയ അന്വേഷണം ഉണ്ടാകട്ടെ. മാത്രമല്ല, ഈ ഡോക്ടർ റാം എന്ന് പറയുന്ന അധ്യാപകനെതിരെ, പ്രൊഫസറിനെതിരെ ശക്തമായ നടപടിയും വേണം. Meet the editors.